ഇംഗ്ലീഷ് അറിയാതെ കണ്ടിട്ട് കാര്യമില്ല. മറ്റു ഭാഷകളിലെ സിനിമ കാണാൻ താല്പര്യമുണ്ടോ? എന്നാൽ ഭാഷാ പ്രശ്നം കാരണം വിട്ടുപോകാൻ സാധ്യതയുള്ള 3 കിടിലൻ സിനിമകൾ. ഒരു ഡയലോഗും ഇല്ല, ഓസ്കാർ വരെ കിട്ടിയ ചിത്രങ്ങൾ ഈ ലിസ്റ്റിലുണ്ട്. നമ്പർ 1, മൊബിയാസ്. ഭർത്താവിന്റെ അവിഹിതം ഭാര്യ പിടിക്കുന്നു. ദേഷ്യം കൊണ്ട് കലി കൊണ്ട ഭാര്യ ഡിവോഴ്സിന് പോകാതെ ഭർത്താവിന്റെ ക്യാരറ്റ് കൊണ്ട് ക്യാരറ്റ് ആൽബം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കൈ കിട്ടിയതോ മകന്റെ ക്യാരറ്റ്. അതുകൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് കരുതി അതങ്ങ് അരിയുന്നു. ഈ ക്യാരറ്റിന്റെ കഥ പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല. വളരെയധികം ഡിസ്റ്റർബിംഗ് ആയ ഒരു ചിത്രമാണ്. പ്രായപൂർത്തിയാവാത്ത ആരും ഈ ചിത്രം കാണാൻ പോകരുത്. ഇത്തരം സിനിമകൾ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. നമ്പർ 2, ഫ്ലോ. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ആനിമേഷൻ സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയ ചിത്രം. പൂച്ചസാർ ഒരു വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോകുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ചിത്രം പങ്കുവയ്ക്കുന്നത്. ഫീൽ ഗുഡ് സിനിമയുടെ പീക്ക് ലെവലിൽ ഈ ഒരു ചിത്രം എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് പരിഗണിക്കണേ. നമ്മൾ ഡെയിലി കണ്ടന്റ്സ് ഇടാറുണ്ട്. നമ്പർ 3, ഓൾ ഈസ് ലോസ്റ്റ്. വൃദ്ധനായ ഒരു പാവ മനുഷ്യനാണ് ഈ ചിത്രത്തിന്റെ നായകൻ. കടലിന്റെ മധ്യത്തിൽ വെച്ച് അയാളുടെ സ്പീഡ് ബോട്ടിലേക്ക് വെള്ളം കയറുന്നു. തുടർന്ന് അവിടെ നിന്ന് അതിജീവിക്കുമോ ഇല്ലേ എന്നൊക്കെയാണ് ഈ ചിത്രം പങ്കുവയ്ക്കുന്നത്. സർവൈവൽ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് നല്ല രസത്തിലും ത്രില്ലിങ്ങിലും കണ്ടിരിക്കാൻ പറ്റും. ഒരു വട്ടം കാണാനുള്ളതൊക്കെ ഈ ഒരു പടത്തിലുണ്ട്. 4, ദ റെഡ് ടേർട്ടിൽ. കുപ്പയിലെ മാണിക്യം എന്നൊക്കെ വേണമെങ്കിൽ ഈ സിനിമയെ പറയാം. ഞാൻ ഇതുവരെ ഈ ഒരു സിനിമയുടെ പേരോ കാര്യങ്ങളോ കേട്ടിട്ടില്ല. സംഭാഷണങ്ങളില്ലാത്ത സിനിമ എന്ന രീതിയിൽ റിസർച്ച് നടത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു അബ്സല്യൂട്ട്ലി ജമ്മായിട്ടുള്ള ഈ ഒരു കിട്ടിലം സിനിമ എന്റെ ശ്രദ്ധപ്പെടുന്നത്. ഇതൊരു സർവൈവൽ പാറ്റേണിൽ വരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഫ്ലോ പോലെ തന്നെ കിഡിലനായിട്ട് ഒരു സിനിമ എങ്ങനെ മേക്ക് ചെയ്യാന്നൊക്കെ ഉള്ളത് ഈ ഒരു ആനിമി ചിത്രം പറയുന്നുണ്ട്. ശരിക്കും ഇതിന് ആനിമി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊരു ഫ്രഞ്ച് സിനിമയാണ്. പക്ഷേ ഗിബ്ലി സ്റ്റുഡിയോനുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്രം വരുന്നത്. അപ്പോൾ ഈ സിനിമകൾക്കൊന്നും സംഭാഷണമില്ല. അപ്പോൾ സംഭാഷണം ഇല്ലാത്ത മറ്റേതെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. ഫോളോ ഫോർ മോർ.